ഐലൻഡ് റിട്രീറ്റ് പാർക്ക് എന്നാണ്. അവിടെ പക്കോട ഉണ്ട്, വെജ് ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്, ഇങ്ങനെ ഓരോ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് കഴിക്കാൻ പോകണം. എങ്ങനെയുണ്ട് ഇവിടുത്തെ തണുപ്പ്? -8 അതെ അതെ, -8 ഇവിടെ ആറാടുകയാണ്. ദിവസം ഞാൻ മൈനസ് ഇല്ലാത്ത സ്ഥലത്തോടെ ഞങ്ങളൊരു സ്ഥലത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇത്ര ദിവസം ജാക്കറ്റ് കിട്ടും. ഇന്ന് ആശാന് ജാക്കറ്റ് വണ്ടിക്കകത്ത് വെച്ചിട്ട് ഇറങ്ങിയാണ്. അവസ്ഥ കൊണ്ട് ഒരവസ്ഥയില്ല. ചൂട് ചായ എടുത്ത് വയനാട് ഒഴിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ -8 മാത്രമല്ല കാറ്റുണ്ട്. ഇവിടെ നെറ്റ് ഇടാം മിസ്റ്റർ മുനീർ. നെറ്റ്വർക്ക് ഈസ് നോട്ട് അവൈലബിൾ. ഫുഡൊക്കെ കഴിക്കാം. ഇതാണ് നമ്മുടെ സോനാമാർഗ്. ചൂട് ചായ പുറത്ത് തണുപ്പ്, ചൂട് ചായ പുറത്ത് ഐസ്. ഇവിടെ അത്യാവശ്യം സൂര്യനുണ്ട് കേട്ടോ, ഈ വെയിലുണ്ട്. പക്ഷെ എന്നിട്ടാണ് ഇവിടെ ഈ -8. അപ്പം രാത്രിയിലത്തെ അവസ്ഥ ഇവിടുത്തെ ഒന്ന് ചിന്തിച്ചു. എനിക്കാ പറഞ്ഞോളൂ, ഇവർ നിങ്ങളെ പാടാ പറടാ. നമുക്ക് നല്ല ചൂട് ബ്രെഡ് ഓംലെറ്റ് ഉണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് സോസ് ഇങ്ങനെ വീടാ. ഒരു ദിവസം മുട്ട കഴിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ ഒരെണ്ണം കഴിച്ചുള്ളൂ. ഞാൻ കുറച്ച് സോസ് ഇങ്ങനെ. എടാ പുള്ളിക്ക് ബ്രെഡ് ഓംലെറ്റ് വേണോ ചേട്ടാ? പുള്ളി ബ്രെഡ് ഓംലെറ്റ്. അപ്പോൾ ചൂട് ബ്രെഡ് ഓംലെറ്റ് തണുപ്പത്തിരുന്ന് ചായയൊക്കെ കഴിക്കും. മുനീർ സാർ, ഇന്നത്തെ നമ്മുടെ അനുഭവം എങ്ങനെയുണ്ട്? -8 വളരെ നല്ല കാലാവസ്ഥ. ഒരുത്തിന് ആ ഫോട്ടോ എടുത്ത ആളോട് പറയാണ്, എന്നെ ഒന്ന് കയ്യെ പിടിച്ചോ. വേറെ ആരുമില്ല, ഇവരാണ് ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ 10-90 വയസ്സുള്ള കളവറാണ്. അയച്ചുകൂടെ നടന്നത്. നീ എന്തിനാ പിന്നെ ഇവിടെ വന്നത്? മലയാളീസ് ഒന്നും ഇവിടെ ഇല്ലാത്ത ഭയങ്കര ഭാഗ്യം കേട്ടപ്പോൾ മുഴുവൻ ചുരുളി ആവുന്നുണ്ട്. ഞാൻ നല്ലതുണ്ടോ ഈ ബ്രെഡ് ഓംലെറ്റും ഈ സോസും കൂടെ, നല്ല എരിവുള്ള സോസ്. നല്ല അടിപൊളി ക്ലൈമറ്റ് എന്ന് പറയാം കേട്ടോ. ശരിക്കും തണുപ്പ് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ നമ്മുടെ സ്നോഫോളൊക്കെ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാരം കിട്ടിയ അവസ്ഥയായി പോയി. ഒരു രക്ഷയില്ലാത്ത തണുപ്പും എല്ലായിട്ട് സംഭവം എന്തായാലും കലക്കി. വന്ന സമയം കൊള്ളാം. ഞങ്ങളിപ്പം പ്ലാൻ ചെയ്യുന്ന അടുത്തൊരു സെപ്റ്റംബർ അല്ലെങ്കിൽ ഒരു നമ്മൾ ചെന്നായിരുന്ന സെപ്റ്റംബറല്ലോ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഒരു ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ വരാനുള്ള പ്ലാനുണ്ട്. അപ്പം ഈ മഞ്ഞ് കുറവായിരിക്കും, മഞ്ഞ് കാണും, പക്ഷേ ഇതുപോലെ മഞ്ഞ് വീഴ്ച കാണത്തില്ല. നമുക്ക് ബാക്കി ഇവിടുത്തെ ഭംഗി പച്ചപ്പൊക്കെ നമുക്ക് കാണാനുള്ള അവസരം കിട്ടും. അപ്പം ഓംലെറ്റ് കഴിക്കട്ടെ. ചേഴ്സ്. അടുത്ത സംഭവം വന്ന് മാഗി നൂഡിൽസ്. തണുപ്പൊട്ടും ഇല്ലാത്തതുകൊണ്ട് കോട്ട് വേണ്ടെന്ന് പറഞ്ഞ് വന്ന അനൂപ് ചൂടോടെ തണുപ്പൊട്ടുമില്ലെന്നല്ല, ചൂടോടെ വാരിക്കോരി തിന്നുന്നു. തണുപ്പൊട്ടുമില്ല എന്നിട്ടല്ല, ഞാനോർത്തത് ഇന്നലെയൊക്കെ പോയ സ്ഥലത്ത് വെയിലായതുകൊണ്ട് തണുപ്പ് കുറവുണ്ടായിരുന്നു. കാശ്മീർ കടയിൽ നിന്ന് ലഡു കഴിക്കാൻ വേണ്ടി മുനീർ. തരൂ മുനീർ. അവിടെ താടെ കഴിക്കട്ടോ. ആ ചോദിച്ചു നീക്ക് ലഡു വന്നില്ല. ഇവിടെ സാധനം കൊണ്ട് കഴിക്കാൻ നിർത്തിയോളാം. എന്തോ മനുഷ്യടാ, ഞാൻ കഴിച്ചോളാം. മുന്നേ അവിടെ അനുവദം പറഞ്ഞു ലഡു. ലഡു വേണോ? ആ സാറില്ല. എന്താണ് കാശ്മീരി ലഡുവിൻ്റെ ലഡു അടിപൊളിയാണ്. പറഞ്ഞുകൊണ്ട് അത്ര വലിയ മധുരമൊന്നുമില്ല, പക്ഷെ കഴിക്കാൻ നല്ല ആ സാധനം വേണം. അല്ല ആ വെള്ളം അതെന്താ വീടാനുവ? ആരുടെ താഴത്തെ
കിലോയ്ക്ക് 3 पीस कौन सा हाँ ये 400 रुपए के जी എത്ര 400 രൂപ ഓൺലി 3 പീസ്. ഏണ്ടൊക്കെ നമ്മുടെ മുനീർ സാർ കണ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. എന്താണ് മുനീർ സാർ പറഞ്ഞേക്കുന്നത്? 40 റുപ്പീസ് തരൂ. ഇതേ കപ്പലണ്ടി പിസ്ത എല്ലാം കൂടി ഇട്ട സാധനമാണ്. കിലോയ്ക്ക് 400 രൂപ പറഞ്ഞു. നമ്മൾ 100 രൂപ 4 മേടിച്ച് കഴിച്ചു 40 രൂപയ്ക്ക്. അപ്പോൾ ഞങ്ങളുടെ കാശ്മീർ യാത്രയുടെ ആദ്യത്തെ ഭാഗം ഇവിടെ തീരുകയാണ്. ആദ്യത്തെ ഭാഗം എന്ന് ഉദ്ദേശിച്ച് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മെയിൻ ഉദ്ദേശം മഞ്ഞ് വീഴുന്നതും മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതായിരുന്നു. അതപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഒന്ന് അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. ഇനി നമ്മുടെ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കാശ്മീരി പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തെണ്ടി തിരിഞ്ഞിറങ്ങണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നെങ്കിൽ ഞങ്ങളൊരു 2 മാസം കൊണ്ട് തിരിച്ചെത്തും, അല്ലെങ്കിൽ ഒരു നവംബറോടുകൂടി തിരിച്ചെത്തും. അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ. അപ്പം നല്ല നല്ല കാശ്മീർ പാക്കേജുകൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. തീരെ ബഡ്ജറ്റ് കുറഞ്ഞ് തീരെ ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള പാക്കേജുകൾക്ക് ദയവ് ചെയ്താലും വിളിക്കേണ്ട, ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഇവിടെ തീരെ ബഡ്ജറ്റ് കുറഞ്ഞ് വന്നിട്ട് ഒരു ഗുണവുമില്ല. നമ്മളെ സ്റ്റേ ഭയങ്കര മോശമായിരിക്കും. നമ്മൾ ഇത്രയും ദൂരം വന്നേക്കുന്ന പൈസ വെറും വേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടൊരു സ്റ്റാൻഡേർഡ് പ്ലസ് ഡീലക്സ് പ്ലസ് ലക്ഷറി ഇങ്ങനെയുള്ള 3 കാറ്റഗറിയാണ് നമുക്ക് ചെയ്യാൻ ഉദ്ദേശം. അങ്ങനെയുള്ള കാറ്റഗറി നമ്മളെ കോൺടാക്ട് ചെയ്യുക. 100% ഗ്യാരൻറ്റിയോടെ പാക്കേജൊക്കെ ചെയ്ത് നിങ്ങളെ ഹാപ്പിയാക്കി തിരിച്ച് എയർപോർട്ടിൽ നമ്മൾ കൊണ്ടുവിടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം ബൈ ഫ്രം കാശ്മീർ. बाय बाय അനു സാർ ബൈ ബൈ.